സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ വാതിൽ തുറന്ന് നമ്മൾ കയറാൻ പോകുന്നതും അങ്ങനെ ഒരു സ്വർഗത്തിലേക്കാണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സഹ്യാദ്രി മലനിരകളുടെ അകമ്പടിയോടെ മനോഹരമായ ഗ്രാമത്തിൻ്റെ നടുവിൽ ആകാശം മുട്ടായി ഉയർന്നു നിൽക്കുന്നൊരു കോട്ട. 80 ഡിഗ്രി ചെരുവിൽ പാറയിൽ കൊത്തിയെടുത്ത 117 പടികൾ കൊണ്ട് ശത്രുസൈന്യത്തെ വെല്ലുവിളിച്ച കോട്ട ഈ നൂറ്റാണ്ടിൽ ഹൈക്കേഴ്സിനെയും ചലഞ്ച് ചെയ്യുന്നു. ഈ കൂറ്റൻ പടികളും വാനരപ്പടയുടെ ആക്രമണവും കാഴ്ച മറയ്ക്കുന്ന കോടയും ഉള്ളിലെ പേടിയെല്ലാം മറികടന്ന് മുകളിൽ കവാടം കടന്നെത്തുന്നവർക്ക് കാഴ്ചയുടെ പറുദീസയാണ് സമ്മാനം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ഹരിഹർ ഫോർട്ട് അഥവാ ഹർഷഗഡിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മഹാരാഷ്ട്രയിലെ ഞങ്ങളുടെ 3-ാമത്തെ ദിവസമാണ്. ഇന്നിപ്പം തിങ്കളാഴ്ച വെളുപ്പിനെയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നാസിക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തായിട്ട് തന്നെയാണ് ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ത്രയംബകേശ്വറിലേക്കാണ് പോകേണ്ടത്. ത്രയംബകേശ്വറിലേക്ക് രാവിലെ ആണെങ്കിൽ 6 മണി മുതൽ ബസ്സുകൾ അവൈലബിൾ ആണ്. 245A നമ്പറുള്ള ബസ്സുകൾ എടുത്താൽ നമുക്ക് ത്രയംബകേശ്വർ എത്താൻ സാധിക്കും. ഞായറാഴ്ച നാനേമാച്ചി വാട്ടർഫോൾ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നാസിക്കിലോട്ട് എത്തിയപ്പം രാത്രി 11:30 ആയിരുന്നു. അതുകൊണ്ട് ബസ്സസ് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഒരു ഷെയർ ഓട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ ത്രയംബകേശ്വർ എത്തിയത്. ത്രയംബകേശ്വറിൽ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ത്രയംബകേശ്വർ അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗൺ ആണ്. കാരണം ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മഗിരി ട്രെക്കിങ്ങും ബ്രഹ്മഗിരി അമ്പലവും എല്ലാം ഈ ഒരു ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണുള്ളത്. ത്രയംബകേശ്വറിൽ നിന്ന് ഹരിഹർ ഫോർട്ടിലേക്ക് ഷെയർ ഓട്ടോയും ടാക്സി എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഒരാൾക്ക് ഏകദേശം 200 രൂപ മുതൽ 300 രൂപ വരെയാണ് ചാർജ് വരിക. ഞങ്ങൾ എന്തായാലും ഒരു ഷെയർ ഓട്ടോ എടുത്താണ് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ട്രെക്കിങ്ങിൻ്റെ ക്ഷീണം കൊണ്ട് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് സാധാരണ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വീക്കെൻഡുകൾ പൊതുവെ ഹരിഹർ ഫോർട്ടിൽ നല്ല തിരക്കായതുകൊണ്ടാണ് ഞങ്ങളൊരു മൺഡേ നോക്കി വന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മഗിരിയിലും ഹരിഹർ ഫോർട്ടിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും വീക്കെൻഡിലെ ക്രൗഡ് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു. ഹരിഹർ ഫോർട്ടിന് 2 ബേസ് വില്ലേജാണുള്ളത്, ഹർഷേവാഡിയും നിർഗുഡ്പാഡയും. നമ്മളിപ്പോൾ ഹർഷേവാഡിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ത്രയംബകേശ്വറിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രമേ ഹർഷേവാഡി വരെ ഉള്ളൂ. നിർഗുഡ്പാഡയ്ക്കാണെങ്കിൽ 23 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നിർഗുഡ്പാഡയിൽ നിന്ന് നമുക്കൊരു ഗ്രാമമൊക്കെ വഴി കുറച്ചും കൂടെ സീനിക് ആയിട്ടുള്ള കാഴ്ചകൾ കണ്ട് ട്രെക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം സമയമൊക്കെ ഉണ്ടെങ്കിൽ നിർഗുഡ്പാഡ വഴിയുള്ള ട്രെക്കിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. 30 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. ഹർഷേവാഡിയിൽ നിന്ന് ഹരിഹർ ഫോർട്ടിൻ്റെ ആ ഒരു പടികൾ വരെ എത്താൻ ഏകദേശം 1 മണിക്കൂറാണ് വേണ്ടത്. അതേസമയം നിർഗുഡ്പാഡയിൽ നിന്നാണെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ വരെ വേണ്ടി വരും. ഹരിഹർ ഫോർട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള 2 റെയിൽവേ സ്റ്റേഷനാണ് നാസിക്കും അതുപോലെ തന്നെ കസ്ര റെയിൽവേ സ്റ്റേഷനും. കസ്രയിൽ നിന്ന് നമുക്ക് നിർഗുഡ്പാഡയിലേക്ക് ഏകദേശം 30 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് നാസിക്കിൽ നിന്നായതുകൊണ്ട് എല്ലാവരും നാസിക്ക് വന്നാണ് ഇറങ്ങുന്നത്. കേരളത്തിൽ നിന്ന് നാസിക്കിലോട്ട് ഡയറക്റ്റ് ട്രെയിൻസ് അവൈലബിൾ ആണ്. മംഗള, ലക്ഷദ്വീപ് പോലത്തെ ട്രെയിനുകളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ താനെയോ പൻവേലോ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണെങ്കിലും നമുക്ക് നാസിക്കിലോട്ടുള്ള ട്രെയിൻ എപ്പോഴും അവൈലബിൾ ആണ്. നാസിക്കിൽ നിന്ന് ത്രയംബകേശ്വറിലേക്ക് 70 രൂപ ടിക്കറ്റ് കൊടുത്ത് നമുക്ക് ബസ്സിന് വരാവുന്നതാണ്. അതല്ലെങ്കിൽ രാത്രിക്കാണ് വരുന്നതെങ്കിൽ ഷെയർ ടാക്സിക്ക് എത്താൻ സാധിക്കും. കേരളത്തിൽ നിന്ന് നാസിക് അല്ലെങ്കിൽ താനെ വരെ ഏകദേശം ഒരു 700 രൂപ വരെയൊക്കെയാണ് സ്ലീപ്പർ ടിക്കറ്റ് വരിക. അവിടെ നിന്ന് തന്നെ ബസ്സിനൊരു 70 രൂപ, അതുപോലെ ഇങ്ങോട്ട് ഷെയർ ഓട്ടോ അല്ല ടാക്സി എടുക്കുന്നതിന് ഒരു 200 രൂപ മുതൽ ഒരാൾക്ക് വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ഒരു 1000 രൂപ എടുത്ത് ടോട്ടൽ വരും വൺ സൈഡ്. ഒരുപക്ഷെ വീഡിയോ കാണുന്ന മെജോറിറ്റി ആൾക്കാരും ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്താം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യമേ പറഞ്ഞത്. ഇനി നമുക്ക് ഡയറക്റ്റ് ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം.
ഹർഷേവാടി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഇതുപോലത്തെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ നടന്നാണ് നമുക്ക് ഹരിയർ ഫോർട്ടിൻ്റെ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വരെ എത്താനുള്ളത്. നെർഗുഡ്പാടിയിൽ നിന്ന് വരുന്ന വഴിയും ഹർഷേവാടിയിൽ നിന്ന് ഈ പോകുന്ന വഴിയും രണ്ടും ഒരു സ്ഥലത്താണ് ചെന്നെത്തുന്നത്. ഹരിഹർ ഫോർട്ടിനെ പറ്റി എല്ലാവർക്കും അറിയേണ്ടത് ആ ഒരു 80 ഡിഗ്രി ക്ലൈംബിങ്ങിനെ പറ്റിയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗിയും ഈ പോകുന്ന വഴിയിൽ നിന്നുള്ള കാഴ്ചകളുമാണ്. കാരണം ഹരിഹർ ഫോർട്ട് ഭയങ്കര മജസ്റ്റിക് ആയിട്ടാണ് ഇങ്ങനെ കോടയൊക്കെ മൂടി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഒരു 1 hour യാത്രയ്ക്ക് ശേഷം ഹർഷേവാടിയിൽ അതുപോലെ നെർഗുഡ്പാടിയിൽ നിന്ന് വരുന്ന വഴികൾ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് എത്തി. ഇവിടെ നിന്നാണ് യാത്ര കുറച്ചും കൂടെ സ്റ്റീപ്പ് ആവുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം ക്ലൈംബ് ചെയ്യാനുണ്ട്. ഈ ഒരു പോയിന്റ് തൊട്ട് നമുക്ക് ആ ഒരു 80 ഡിഗ്രി ആ ഒരു സ്റ്റെയർ ഒക്കെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. രാവിലെ ആയതുകൊണ്ട് തന്നെ കോടയൊക്കെ മൂടി കിടക്കുവാണ്. ആ ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ്. വലിയ മടുപ്പൊന്നുമില്ല, അതുകൊണ്ട് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട്. കേരളത്തിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പൊതുവെ എനിക്ക് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് ഹരിയർ ഫോർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇടയ്ക്ക് നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി വരുമോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. പക്ഷേ മഹാരാഷ്ട്ര വന്നിറങ്ങിയ ദിവസം തന്നെ നമുക്ക് കലാവന്തീന്ദൂർ ട്രക്കിങ്ങിനാണ് പോയത്. ആ ട്രക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹരിയർ ഫോർട്ട് എന്നല്ല ഏത് മലയാണെങ്കിലും ഭയങ്കര ധൈര്യത്തോടെ കയറാൻ സാധിക്കും. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോന്ന് നല്ല കോടയുടെ വൈബൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് കോടയല്ലായിരുന്നു, ആ കടയിൽ നിന്ന് വരുന്ന പുകയായിരുന്നു എന്ന്. ഇതുപോലെ കുറേ കടകൾ ടോപ്പ് ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഹരിയർ ഫോർട്ട് ക്ലൈംബ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും അപകടകാരികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കുരങ്ങന്മാരാണ്. അവർ നമ്മുടെ ബാഗ് എല്ലാം തുറന്നു നോക്കും. പ്രത്യേകിച്ച് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് പോവും. നമ്മുടെ ഡ്രസ്സോ കാര്യങ്ങളോ ബാഗിലുള്ള എന്ത് വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും കുരങ്ങനെ നോക്കത്തില്ല, എല്ലാം എടുത്ത് മുകളിൽ നിന്ന് താഴോട്ട് എറിയും. ഇവിടെ എല്ലാം ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ബിവെയർ ഓഫ് മങ്കീസ് എന്നുള്ളത്. ഞങ്ങളെന്തായാലും മഹാരാഷ്ട്ര നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞു ലോക്കുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബാഗിൻ്റെ മെയിൻ അറകളെല്ലാം ലോക്ക് ചെയ്തിരുന്നു. ഏറ്റവും ബാക്കിൽ ചെറിയൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഇങ്ങനെ വെച്ച് അതങ്ങ് തുറന്നിട്ട് അതുകൊണ്ട് പൊക്കോട്ടം ഓർത്തിട്ടാണ്. ഞാനും റോമിയും സ്റ്റെയറിൻ്റെ താഴെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇറങ്ങി വരുന്ന ഒരുപാട് പേരും ഉണ്ട്. കയറുന്നതും ഇറങ്ങുന്നതും ഒരേ വഴി കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് വരുന്നത്. ഈ തിരക്ക് കൺട്രോൾ ചെയ്യാൻ ഇവിടെ അങ്ങനെ ഗാർഡ്സോ അങ്ങനെ ആരുമില്ല. ശരിക്കും മുകളിലും താഴെയും ഒരാളുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടീമിന് കയറുകയും ചെയ്യാം, അത് കഴിഞ്ഞ് അടുത്ത ടീമിന് ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ തിരക്കൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അതൊന്നും നോക്കാൻ ഇവിടെ ആളില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ചുറ്റും വേസ്റ്റുകളാണ്, പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അങ്ങനെ പൊല്യൂഷനൊന്നും ഇവിടെ യാതൊരുവിധ കൺട്രോളും ഇല്ല. അതുമാത്രമാണ് ഹരിയർ ഫോർട്ടിനെ പറ്റി ഒരു നെഗറ്റീവ് തോന്നിയത്. കയറുന്ന പടികൾ 2 സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട്. അതിൽ പിടിച്ച് കയറിയാൽ മതിയാവും. നമുക്ക് നല്ല സേഫായിട്ട് തന്നെ കയറാൻ സാധിക്കും. അത്യാവശ്യം സ്ലിപ്പറിയാണ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട്, എന്നാൽ പോലും ആ ഒരു ഹോൾസ് ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം അതിൽ പിടിച്ച് ഇടയ്ക്കൊന്ന് മുകളിലോട്ട് നോക്കണം, ഇറങ്ങി വരുന്നവരും കാണും. അപ്പോൾ അങ്ങനെ സൈഡൊക്കെ കൊടുത്ത് ഇടയ്ക്ക് നിന്ന് സാവധാനം കയറുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായിട്ട് തന്നെ മുകളിലൊരു 10 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. 177 സ്റ്റെപ്സാണ് മൊത്തം ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കയറുന്ന വഴിയെല്ലാം കുരങ്ങന്മാർ കൂടെ വരുന്നുണ്ടായിരുന്നു ബാഗ് നോക്കാൻ. ഇത് എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്തിട്ടേ ഇവർ വിടത്തുള്ളൂ. ഇവർ നമ്മുടെ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇവർ ബാഗിലോട്ടൊക്കെ ചാടി കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ മതി, അവർ ഇറങ്ങിപ്പൊക്കോളും. പിന്നെ അതല്ലെങ്കിൽ സൈഡിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്തിട്ട് അവരങ്ങ് പോകും. ഇവരെ തിരിച്ച് ഉപദ്രവിക്കാനൊന്നും പാടില്ല. ഈ ഒരു ക്ലൈംബിങ്ങിൽ സെൽഫീസൊക്കെ ബാൻഡെന്ന് താഴെ ബോർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 360 ക്യാമറ വെച്ചിട്ടാണ് ഈ ക്ലൈംബ് കൂടുതലും ഷൂട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ ചെറിയ ഗോപ്രോ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കങ്ങനെ ക്യാമറ എടുക്കാനുള്ളൊരു സ്പേസ് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ.
ഞങ്ങൾ കയറാൻ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലോട്ടൊക്കെ സ്റ്റെപ്സ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമാധാനത്തോടെ കയറാൻ പറ്റി. ഞങ്ങൾ ഏകദേശം ടോപ്പ് എത്താറായി കേട്ടോ. ശരിക്കും ദൂരം നോക്കുവാണെങ്കിൽ ഭയങ്കര കുറവാണ്, പക്ഷേ ഈ 80 ഡിഗ്രി ചെരിവുള്ളതുകൊണ്ടാണ് ഇത് കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ബ്രിട്ടീഷുകാരുടെ അതുപോലെ മറ്റ് ശത്രു സൈന്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവർ ഇത്രയും സ്റ്റീപ്പായിട്ട് പണിതത്. ഈ ഒരു പടികളൊക്കെ കയറിയെത്തി കോട്ടയെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ചധികം ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ശത്രുക്കളെ ഓവർകം ചെയ്യാൻ എളുപ്പമായിരുന്നു. സ്റ്റെപ്പുകൾ തീർന്നിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വീതി കുറഞ്ഞ വഴിയാണ്. ഇതൊക്കെ ഒരു പാറ വെട്ടി ഉണ്ടാക്കിയ ചെറിയൊരു തുരങ്കം പോലത്തെ ഒരു വഴി കൂടെയാണ് ഇനി പോകേണ്ടത്. ഇനിയുള്ള സ്റ്റെപ്പുകളാണ് ശരിക്കും കൂടെ പോകാൻ കുറച്ചും കൂടെ പാട്, കാരണം വീതി ഭയങ്കര കുറവാണ്. ആൾക്കാരിങ്ങനെ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു 80 ഡിഗ്രി ക്ലൈംബ് എന്ന് പറയുന്നത് മാത്രമല്ല, അതിലും ഹാർഡായിട്ടുള്ള വഴികൾ ഇനിയുണ്ട്. പക്ഷേ ആദ്യത്തെ പോർഷൻ കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേടിയൊക്കെ ഏകദേശം മാറും. കാരണം ഒരു ഡോറിൻ്റെ അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലൈംബിനേക്കാളും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. താഴെയുള്ള ഒരു ഗ്രാമവും കോടമൂടി കിടക്കുന്ന ഒരു മലകളൊക്കെ ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ കാഴ്ചകൾ എൻജോയ് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ സേഫ്റ്റിയും പ്രോപ്പറായിട്ടുള്ളൊരു ക്ലൈംബിങ്ങും എൻഷുർ ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ തീർന്ന് നമ്മൾ ഏകദേശം ഒരു ഷോപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ടെത്തും. ഇവിടുന്ന് പിന്നെ മുകളിലോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടാണ് ഏറ്റവും ടോപ്പിലോട്ട് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് എടുക്കാം. ഈ ഒരു പോയിന്റിൽ കുറച്ച് ബെഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് ഈ ഒരു കാഴ്ചകൾ എൻജോയ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ടീ ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഏറ്റവും മുകളിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു ടോപ്പ് ഭാഗത്തോട്ടുള്ള യാത്രയിലാണ് ചെറിയ 2 അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കുക. ശരിക്കും യുദ്ധത്തിൻ്റെയൊക്കെ ഒരു കാലത്ത് ഈ ഒരു കോട്ട തകർക്കപ്പെട്ടതാണ്. അപ്പം ഈ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ പണ്ടത്തെ ഫുഡ് ആൻഡ് വാട്ടർ സ്റ്റോറേജും അങ്ങനത്തെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹനുമാന്റെയും ശിവന്റെയൊക്കെ ചെറിയ ടെമ്പിൾ നമുക്ക് പോകുന്ന വഴി കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് പേരൊന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്, അതുപോലെ പ്രാർത്ഥിക്കുന്നതിൻ്റെ റീൽസ് എടുക്കുന്നുമുണ്ട്.
ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയാട്ടോ. ഇങ്ങനെ കോട ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ക്ലൈംബ് ചെയ്യുമ്പോൾ തൊട്ട് ആ ഒരു കോടയും കൂടെ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കര അധികം അടിപൊളിയായിരുന്നു. പണ്ടത്തെ കാലത്തെ വെള്ളവും ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റംസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കിണറുകളുണ്ട്, അതുപോലെ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരുന്ന ചെറിയ ബിൽഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ മോളിൽ കയറിയിരിക്കുന്ന ഒരു മലയാളിയാട്ടോ. ഹരിയർ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ മലയാളികളെ കാണാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മൾ അവിടുന്ന് കേരളത്തിൽ നിന്ന് പോന്നിട്ടില്ല എന്ന് തോന്നിപ്പോകും. കാരണം ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇഷ്ടം പോലെ മലയാളികൾ, എസ്പെഷ്യലി ടീനേജേഴ്സും യൂത്ത് ആയിട്ടുള്ളവർ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഇവർ പാക്കേജസ് ഒന്നും എടുത്തു വരുന്നവരല്ല, ഇങ്ങനെ വൈബൊക്കെ അടിച്ച് ട്രെയിനൊക്കെ കയറി അങ്ങനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നവരാണ്. അതൊത്തിരി സന്തോഷിപ്പിച്ചൊരു കാഴ്ചയാണ്. കാരണം എല്ലാവരും തന്നെ യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് നമുക്കൊത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ഇവർ കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കയറുകയും ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ, അവരുടെ യാത്രാ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴൊക്കെ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് കണ്ട വിഷ്വൽസിലുള്ള പോയിൻ്റാണ് ഹരിയർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. അവിടുന്ന് നമുക്കൊരു മൊത്തം 360 വ്യൂ കിട്ടും ഈ ഒരു മൊത്തം ഫോർട്ടിൻ്റെ. പക്ഷേ കോടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി വ്യൂ കിട്ടിയില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഏറ്റവും ടോപ്പ് വരെ വരുന്നത് വർത്താണ്. അങ്ങനെ പതുക്കെ തിരിച്ചിറങ്ങുവാണ്. വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചധികം കാഴ്ചകൾ കാണാനുണ്ട്. അതിനൊരു മാഗിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അത്ര ഹെൽത്തി ഫുഡൊന്നുമല്ല, പക്ഷെ എന്നാൽ ഇങ്ങനെ ഒരു കോടയും ഇങ്ങനത്തെ ഒരു വൈബൊക്കെ ഉള്ള സ്ഥലത്തിരുന്ന് മാഗി കഴിക്കാൻ നല്ല ഫീലാണ്. ഇനിയാണ് കലാപരിപാടികൾ തുടങ്ങുന്നത്. ഇവിടെ എല്ലാവരും ഇറങ്ങുന്ന വഴി ഛത്രപതി ശിവാജിക്കൊക്കെ ജയ് വിളിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളും ജയ്യൊക്കെ വിളിച്ച് ആരുടെ കൂടെ തന്നെ ഇറങ്ങി. ഇവർ തന്നെ ഇറങ്ങുന്ന വഴി പാട്ട് പാടുക, റീൽസ് എടുക്കുക, ഡാൻസ് ചെയ്യുക, അങ്ങനെ കുറേയധികം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ പോയ ടീംസ് ഇതുപോലെ റീൽസൊക്കെ എടുത്ത് ആഘോഷിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ അവരുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് ഇറങ്ങാൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് അവർ ഇറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റായി. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു കോട്ടയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബോറടിക്കാതെ ഞാനും റമീബ്രയും പതുക്കെ അങ്ങ് അവരുടെ ഒപ്പം അങ്ങ് ഇറങ്ങി. ശരിക്കും തിരിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ പേടി വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കയറിയതുപോലെ തന്നെ ചെരിഞ്ഞ് പതുക്കെ ആ ഹോളിലൊക്കെ പിടിച്ച് അങ്ങ് ഇറങ്ങിയാൽ മതിയാവും. പിന്നെ ഒത്തിരി പേടിയുള്ളവർ താഴോട്ടൊന്നും നോക്കാതെ സൈഡിലോട്ട് നോക്കി അങ്ങ് ഇറങ്ങിയാൽ മതി. അങ്ങനെ രാവിലെ 7 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയപ്പം ഞങ്ങൾ താഴെ എത്തി. ഇതിപ്പം അത്ര ഹാർഡ് ട്രെക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ തിരക്കൊക്കെ ഉള്ളപ്പം കുറച്ച് റിസ്ക് ചെയ്യാന്നുള്ളത് സത്യമാണ്. അതുപോലെ മൺസൂണിൽ കുറച്ച് സ്ലിപ്പറിയാണ്. അപ്പം അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇപ്പം ഹൈറ്റ് പേടിയുള്ളവർക്കാണെങ്കിൽ പോലും ധൈര്യമായിട്ട് കയറാം. പല വീഡിയോയുടെയും ക്ലിക്ക് ബൈറ്റിൽ കണ്ടിട്ടുണ്ട്, പേടിയുള്ളവർ ഇങ്ങോട്ട് കയറില്ല, ഹൈറ്റ് പേടിയുള്ളവർ ഈ പരിസരത്തോട്ട് അടുക്കരുത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അങ്ങനെ വീഡിയോയിൽ റീൽസിൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. അത്യാവശ്യം നിങ്ങൾക്കൊരു ബേസിക് ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കയറുവാണെങ്കിൽ സേഫായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രെക്കിംഗ് ആണ് ഹരിയർ ഫോർട്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ തിരിച്ച് ഒരു ഷെയർ ടാക്സിയൊക്കെ എടുത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പം ത്രയംബകേശ്വർ എത്തിയായിരുന്നു. അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രഹ്മഗിരി ട്രെക്കിംഗ് കൂടെ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ബ്രഹ്മഗിരി ട്രെക്കിംഗ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല, അതിപ്പോഴേ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതുപോലെ തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മഗിരി എന്ന് പറയുന്ന അതൊരു അമ്പലം കൂടെയാണ്. അപ്പം അവിടെ ഒരു ഉത്സവം നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര അധികം തിരക്കായിരുന്നു. ത്രയംബകേശ്വറിൽ തന്നെ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ബസ്സിലൊന്നും നമുക്ക് സീറ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു, അത്രയധികം തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രഹ്മഗിരി കയറുന്നതിന് മുമ്പ് ത്രയംബകേശ്വർ ടെമ്പിളിൻ്റെ അടുത്തൊക്കെ പോയി അവിടുത്തെ കുറേ ആചാരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. അവിടേക്ക് ഇങ്ങനെ ഓടി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങളൊരു 2:30-3 മണി റേഞ്ചൊക്കെ ആയപ്പോൾ ബ്രഹ്മഗിരി കയറാൻ തുടങ്ങി. ബ്രഹ്മഗിരി കുറച്ചും കൂടെ ഈസി ട്രെക്കിംഗ് ആണ്. മൊത്തം സ്റ്റെപ്സ് ഉണ്ടങ്ങ് മോള് വരെ. അതുപോലെ ഏറ്റവും ടോപ്പിലെത്തിയ ഒരുപാട് അടിപൊളി കാഴ്ചകളുള്ളൊരു ട്രെക്കിംഗ് ആണ് ബ്രഹ്മഗിരി. അപ്പോൾ ഹരിയർ ഫോർട്ട് പ്ലാൻ ചെയ്യുമ്പം രാവിലെ ഹരിയർ ഫോർട്ട് കയറിയിട്ട് ഉച്ചകഴിഞ്ഞും ബ്രഹ്മഗിരി കയറുന്ന രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ബ്രഹ്മഗിരിയുടെ അവിടെ നിന്ന് എൻട്രൻസ് എത്തിയപ്പോഴേ ഞങ്ങൾക്ക് ചെറിയൊരു പന്തികേട് തോന്നിയിരുന്നു, അത്രയും ക്രൗഡ് കണ്ടപ്പം.
പിന്നെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് അവിടുത്തെ ഒരു അമ്പലത്തിലൊരു പ്രധാനപ്പെട്ട ദിവസം എന്നറിഞ്ഞത്. അപ്പോൾ ഇടദിവസമായിരുന്നെങ്കിലും ആ ഒരു ഉത്സവം ഉള്ളതുകൊണ്ടാണ് ആ തിരക്ക് വന്നത്. അതല്ലെങ്കിൽ ഇടദിവസം ഇവിടെയൊക്കെ പോകാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബ്രഹ്മഗിരി ത്രയംബകേശ്വർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ നടന്നാൽ ഈസിയായിട്ട് എൻ്റെ ബേസിലെത്താൻ പറ്റും. അവിടുന്ന് തന്നെ ഇതുപോലെ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് പോകാൻ സാധിക്കും. ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ് ഒരു 3-4 ട്രക്കിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാലൊക്കെ ഏകദേശം മടുത്തു തുടങ്ങിയായിരുന്നു. പക്ഷേ എന്നാലും കയറാമെന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ക്രൗഡാണ് ഞങ്ങളെ പുറകോട്ട് വലിച്ചത്. ഏകദേശം ഒരു മിഡ് പോയിൻ്റൊക്കെ എത്തിയപ്പോൾ മുകളിലോട്ട് കണ്ണെത്താത്ത ദൂരത്തോളം ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോൾ ബ്രഹ്മഗിരിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പം തിരിച്ച് ത്രയംബകേശ്വറിലെത്തി. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബസ്സൊക്കെ നോക്കി നിന്നു. പക്ഷേ ആ ഉത്സവം ആയതുകൊണ്ട് ബസ്സിലൊക്കെ നമുക്ക് കാല് കുത്താൻ പോലും ഇടയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് നാസിക്കിലോട്ട് ഒരു ടാക്സി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടാക്സിക്ക് ഞങ്ങൾ നാസിക്കിലോട്ട് എത്തി. നാസിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിനായിരുന്നു തിരിച്ചു പോരേണ്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോന്നതാണ്. ശനിയാഴ്ച ഉച്ചയായപ്പം ഇവിടെ മഹാരാഷ്ട്ര എത്തി. കലാവന്തീൻ ദുർഗം അതുപോലെ ഞായറാഴ്ച നാനാമച്ചി വാട്ടർഫോൾസ് ട്രെക്കിങ്, തിങ്കളാഴ്ച ഹരിഹർ ഫോർട്ടും ബ്രഹ്മഗിരിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ മഹാരാഷ്ട്രയുടെ കാഴ്ചകൾ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. എന്തായാലും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ പറ്റി. അതുപോലെ ഒരിക്കലും മറക്കാത്ത കുറേ കാഴ്ചകളും അതുപോലെ പുതിയ കുറച്ച് സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു യാത്രയിൽ നിന്ന് കിട്ടി. അപ്പോൾ റോമി ബ്രോയും കൂടെ ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു ബോറടി ഇല്ലായിരുന്നു. മൊത്തം ഒരേ മൈൻഡ് ആയതുകൊണ്ട് എല്ലാ ട്രക്കിങ്ങും ഞങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ. ഈ ഒരു യാത്രയുടെ എക്സ്പെൻസ് ഞങ്ങൾക്ക് മൊത്തം ചിലവ്, അതായത് ട്രെയിനിൻ്റെ ടിക്കറ്റ്, ഫുഡ് എക്സ്പെൻസ്, അങ്ങനെ എല്ലാ ട്രാവൽ എക്സ്പെൻസും ചേർത്ത് ഓൾമോസ്റ്റ് ഒരു 5500 ആ ഒരു റേഞ്ചിലാണ് ഒരാൾക്കായിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു 4000 ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് ഏകദേശം ഒരു 5 ദിവസത്തേക്ക്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ചില സ്ഥലങ്ങളിൽ ബസ് കിട്ടാതെ വന്നു. ഷെയർ ഓട്ടോയ്ക്കൊക്കെ ആൾ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് കയ്യിൽ നിന്ന് പോയി. അതല്ലെങ്കിൽ ഏകദേശം ഒരു 4000 രൂപയ്ക്കൊക്കെ ഈ ഒരു ട്രിപ്പ് തീർന്നേനെ. നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരു 3-4 ദിവസം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ട്രെക്കിങ്ങും വാട്ടർഫോൾസ് എല്ലാം ബേസ് ചെയ്തൊരു 5 വീഡിയോസോളം ഇതുവരെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് മഹാരാഷ്ട്ര പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ മഹാരാഷ്ട്ര ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. ഏകദേശം ഒരു ഒക്ടോബർ നവംബർ വരെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര നല്ലതാണ്. അതുപോലെ ട്രെക്കിംഗ് സ്പോട്ടുകളൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പുണ്ടാകും. അപ്പോൾ ഈ ഒരു മാസങ്ങൾ വീക്ക് ഡേയ്സിലായിട്ട് നിങ്ങൾ മഹാരാഷ്ട്രയ്ക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അടുത്ത വരുന്ന മാസങ്ങളും മഹാരാഷ്ട്രയിലെ കുറച്ച് സ്ഥലങ്ങളുടെ ബാക്കിയുണ്ട്, അവിടെയും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയുടെ ഫോട്ടോസും റീൽസൊക്കെ എൻ്റെയും റോമി ബ്രോയുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.